ദേവമ്മയുടെ മുമ്പോട്ടുള്ള പ്ലാനുകൾ എന്തൊക്കെയാ? എന്ത് പ്ലാനുകൾ? ചെമ്പകമംഗലത്തെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. അത് മാത്രം എന്റെ ആഗ്രഹം. അത് തന്നെ ഞങ്ങൾ ചോദിക്കാൻ പോകുന്നത്. ചെമ്പകമംഗലത്തുള്ളവരെല്ലാരും സന്തോഷമായിട്ട് ഇരുന്നാൽ മാത്രം മതിയോ? ദേവമ്മയ്ക്കും ഒരു ജീവിതം വേണ്ടേ? മനസ്സിലായില്ല. അച്ഛനും മനസ്സിന്റെ സന്തോഷം വേണ്ടേ? അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ സന്തോഷമാവാൻ അമ്മയ്ക്കച്ഛനെ വിവാഹം കഴിച്ചൂടെ? വേദനിപ്പിക്കുന്ന ഓർമ്മകള് എല്ലാം മറക്കാൻ എല്ലാവരെക്കാളും കഴിവുള്ളവളാ ഞങ്ങളുടെ അമ്മ. വല്യമ്മാവനും ദേവമ്മയല്ലാതെ മറ്റാരുമില്ല. ഇനി മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ഒരുമിച്ചായിക്കൂടെ? അങ്ങനെ ആവുമ്പോഴാ ചെമ്പകമംഗലത്തുള്ള എല്ലാവർക്കും സന്തോഷമാവുക. എന്താ അമ്മ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? ഞാൻ ഒരിക്കലും വിവാഹമോചിതയായവളാ. ഇനിയൊരു വിവാഹ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല മക്കളെ. അമ്മേ, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒത്തിരി ത്യാഗം സഹിച്ചവളാ ഞങ്ങളുടെ ദേവമ്മ. കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് പറ്റിയിട്ടുണ്ട്. കുറ്റബോധത്തോടെ നിൽക്കുക വല്യമ്മാവൻ. പണ്ട് തരാതെ പോയ സ്നേഹം വല്യമ്മാവൻ ഇനി തിരിച്ചു തരും. നിങ്ങൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് മക്കളായ ഞങ്ങളുടെ ആഗ്രഹം. അമ്മ അതിന് സമ്മതിക്കണം. ദേവമ്മ ഇനി എതിര് പറയരുത്. ഈ പ്രായത്തിൽ ഞാൻ വിവാഹം കഴിച്ച ആൾക്കാരെന്നെ കളിയാക്കില്ലേ? പ്രായോ? എന്ത് പ്രായം? ഇതൊക്കെ ഒരു പ്രായമാണോ? അമ്മയ്ക്ക് എന്നായാലും കൂട്ടിനൊരാള് വേണ്ടേ? എനിക്കിപ്പോ കൂട്ടിന് നിങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മതി. എന്താ അമ്മ ഈ പറയുന്നേ? എനിക്കിനി ജേട്ടനുമായി ഒരു വിവാഹ ജീവിതം സാധിക്കില്ല മക്കളെ. വെറുത്തു പോയ കല്യാണ പൂമാല വീണ്ടും കഴുത്തിലിടാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. അത്തരം സ്വപ്നങ്ങളൊന്നും എനിക്കില്ല. മനസ്സാകെ മരവിച്ചു പോയി. പൊന്നു മക്കളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇക്കാര്യം പറഞ്ഞ് മേലിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരരുത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവിടെ ഭജന ഇരിക്കാൻ വന്നതാണോ? ആവശ്യത്തിനുള്ള ഭക്തിയൊക്കെ എനിക്കുണ്ട്. ഭക്തിഭ്രാന്തൊന്നുമില്ല. ഭജിക്കുന്നതേ ഭ്രാന്തല്ല. പക്ഷേ ചിലരൊക്കെ ഭജനം ഇരിക്കാറുണ്ട്, ജീവിതം വെറുത്തിട്ടെ. എന്നാ പിന്നെ പരമാത്മാവിൽ ലയിച്ചേക്കാമെന്ന മട്ടിൽ അമ്പലത്തിൽ സ്വയം നടക്കടിച്ചവർ. സാവിത്രിയും അങ്ങനെ ആയോന്നാ ഞാൻ ചോദിച്ചത്. എനിക്ക് ജീവിതം ഒന്നും വെറുക്കേണ്ട കാര്യമില്ല. എന്റെ ഭർത്താവ് മാധവ മന്ദിരത്തിൽ ശ്രീമാൻ രാമഭദ്രൻ നല്ല ആരോഗ്യത്തോടെ എന്നോടൊപ്പം ഉണ്ട്. നാത്തൂന്റെ ഭർത്താവ് ആ മണ്ടൻ മണികണ്ഠൻ നമ്പ്യാര് നാത്തൂനെ ആ റാസൽ കൈമേന്ന് അടിച്ചോടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഭജനം ഇരിക്കാം. ജീവിതം വെറുത്തു തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. സാവിത്രി വേണ്ട. ഇന്ദ്രജേ, ദേ എന്നോടും വേണ്ട. അമ്പലത്തിൽ തൊഴാൻ വന്നാണെങ്കിലേ പോയി തൊഴാൻ നോക്ക്. ഞാനൊരു അമ്പലത്തിലും തൊഴാൻ നടക്കാറില്ല. ഓ ശരിയാണല്ലോ. സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്നവര് സാക്ഷാൽ ദൈവത്തെ തൊഴിലല്ലോ. അത് ഞാൻ മറന്നു. നമ്മൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട. ഞാനും വഴക്കിനില്ല. പക്ഷേ എന്റെ നേരെ വന്നാ ഞാൻ വെറുതെ വിടുകയില്ല. നമ്മൾ തമ്മിൽ വലിയ മിത്രങ്ങളായിരുന്നു. നാത്തൂൻ ബന്ധത്തിനപ്പുറം സാവിത്രി എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്നു. പിന്നെ എന്തുകൊണ്ട് സാവിത്രി ഇങ്ങനെ മാറിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെയൊക്കെ അനുഭവങ്ങളല്ലേ ഇന്ദ്രജയ് നമ്മളെ ഓരോരുത്തരെയും മാറ്റുന്നത്.
അതൊക്കെ പോട്ടെ. അതൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടോ അതോർത്ത് ദുഃഖിച്ചിട്ടോ ഒരു കാര്യമില്ല. നമുക്ക് ഇരു കൂട്ടർക്കും അന്യോന്യം ഉപദ്രവമില്ലാതെ ജീവിക്കാം. ദേ, അത് തന്നെ സാവിത്രി എന്റെ ആഗ്രഹം. അല്ല, ചെമ്പകമംഗലത്ത് ജയറാമനും നന്ദിനിയും വീണ്ടും വിവാഹം കഴിക്കാൻ പോവാന്ന് കേട്ടു. അല്ല, ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും സാവിത്രി ആലോചിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് വേറെ ഒരു തൊഴിലും ഇല്ലെന്ന് ആലോചിച്ചത്. ചെമ്പകമംഗലം വീടിനകത്തും പുറത്തും ക്യാമറകൾ വെച്ചിട്ട് നിങ്ങൾ അത് നോക്കിക്കൊണ്ടിരിപ്പാണോ 24 മണിക്കൂറും? ഞാനേ ചെമ്പകമംഗലത്ത് ക്യാമറകളൊന്നും വെച്ചിട്ടില്ല. പക്ഷേ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോഴറിയും. ഓഹോ, എന്താ ഞങ്ങൾ ചെമ്പകമംഗലംകാരോട് നിങ്ങൾക്ക് ഇത്രയേറെ ഇഷ്ടം? ഇഷ്ടം സ്വാഭാവികമാണല്ലോ. എന്റെ അനുജത്തിയോട് ഒത്തിരി ഉപകാരങ്ങൾ ചെയ്യുകയും അവളെ ഇല്ലാതാക്കുകയും ചെയ്ത തറവാട്ടുകാരല്ലേ ചെമ്പകമംഗലംകാര്. ഓട് പൊളിച്ച് ചെമ്പകമംഗലത്തേക്ക് ചാടി വീണവളാ നിങ്ങളുടെ അനിയത്തി മാധുരി. വേലി ചാടുന്ന പശു കോലുകൊണ്ടേ ചാകൂ. അവള് പണ്ടേ ഒരു അരവട്ടായിരുന്നു. അരവട്ട് മുഴുവട്ടായപ്പോ അവൾ ആ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി അവിടെ കിടന്ന് വടിയായി. അതിന് ഞങ്ങൾ ചെമ്പകമംഗലംകാരെന്ത് പിഴച്ചു? സാവിത്രി, വേണ്ട. ഒരു മണ്ടനാണെങ്കിലും എന്റെ ആങ്ങളെ രാമഭദ്രന്റെ ഭാര്യയെ നീ. ആ പരിഗണന ഞാൻ എന്നും നിനക്ക് തന്നിട്ടുണ്ട്. ദേ, എന്റെ ഭർത്താവിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാലേ ഇത് അമ്പലമുറ്റാണെന്നൊന്നും ഞാൻ വിചാരിക്കല്ലേ. നീ അത് ഓർത്താ നല്ലത്. ആ ജയറാമിനെയും നന്ദിനിയും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വല്യേട്ടനെ കെട്ടാൻ നിനക്ക് വല്ല ഉദ്ദേശമുണ്ടോ? സാവിത്രി, എടി, അവരുടെ കല്യാണത്തിന്റെ മീഡിയേറ്റർ ആവാനൊന്നും നിന്നെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. എന്റെ അനുജത്തിയെ ഇല്ലാതാക്കിയവരെ നിന്റെ അനിയത്തെ പോലെ നിനക്കും വട്ടാ. വല്ല ഭ്രാന്താശുപത്രിയിൽ പോയി ചികിത്സിക്കും. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അന്തസ്സും ആഭിജാത്യവും പാരമ്പര്യവുമുള്ള തറവാടാ ചെമ്പകമംഗലം തറവാട്. അത് തകർക്കാനൊന്നും നീ നോക്കണ്ട. ഇനി ഞങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാ ഞങ്ങൾ അടങ്ങിയിരിക്കുകയില്ല. നിന്നെ തളയ്ക്കാനുള്ള ചങ്ങലയുമായി നിന്റെ ആങ്ങളയായ എന്റെ ഭർത്താവും ഈ ഞാനും കൂടി അങ്ങോട്ടൊരു വരവ് വരും. മത്തക്കണ്ടത്തില് നോക്കൂത്തിയ പോലെ നിൽക്കാതെ വഴി മാറടി. അച്ഛനും അമ്മയും ഒന്നാവാനും അവരൊരുമിച്ച് ജീവിക്കാനും ഇനി എന്താ ഒരു വഴി? ഈ അമ്മ എന്താ ഇങ്ങനെ? അച്ഛനെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചൂടെ? മീനാക്ഷി, നീ എന്താ ഇത്ര സീരിയസ് ആയിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നത്? അത് ആ പറയ. അമ്മയുടെ അച്ഛന്റെ കല്യാണക്കാരിയോ? എത്ര ശ്രമിച്ചിട്ടും അമ്മ അങ്ങോട്ട് അടുക്കുന്നില്ലല്ലോ കാർത്തിയേട്ടാ. ദൈവമേ അങ്ങോട്ട് അടുക്കാത്തതല്ലേ? അതെ. ദൈവമേ എന്താ പറയുന്നേ? അച്ഛനോട് വേറെ ദേഷ്യമൊന്നുമില്ല, പക്ഷെ കല്യാണത്തിന് മാത്രം സമ്മതിക്കുന്നില്ല. അവരൊന്നാവണം, സന്തോഷത്തോടെ ഇരിക്കണം, അത് മാത്രം എന്റെ ലക്ഷ്യം. മീനാക്ഷി ടെൻഷൻ അടിക്കാതെ ദേവമ്മ വല്യമ്മാവനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കും. എങ്ങനെ? അവരെ ഒരുമിപ്പിക്കാനുള്ള ചില വഴികളൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് പ്രയോഗിച്ചു നോക്കാം.
ദേവിക്ക് ഈ മ്യൂറൽ പെയിന്റിംഗ് മാത്രമല്ല, നന്നായിട്ട് വരയ്ക്കാനും അറിയാം. ആ പ്രതിഭ നശിപ്പിക്കരുത്. ഇനി അതും കൂടിയൊക്കെ ചെയ്യണം. ഇതിനൊക്കെ എവിടുന്നാ ജയേട്ട സമയം? ആ നേരം കണ്ടെത്തണം. രാജാ രവിവർമ്മയുടെയും സതീഷ് ഗുജറാളിന്റെയും ജമിനി റോയിയുടെയും വിൻസെന്റ് വാൻഗോഗിന്റെ ഒക്കെ ചിത്രങ്ങളുടെ കളക്ഷൻ ഞാൻ ദേവിക്ക് സംഘടിപ്പിച്ചു തരാം. ജയേട്ടൻ വെറുതെ എന്നെ പൊക്കുന്നതാ. എനിക്കത്ര ടാലന്റ് ഒന്നുമില്ല. ഒരു കെട്ടി കെട്ടി പിരിഞ്ഞതാണെങ്കിലും രണ്ടെണ്ണവും മനസ്സുകൊണ്ട് അകന്നിട്ടില്ല. പക്ഷെ ഒരാൾ അക്കരയും ഒരാൾ ഇക്കരയുമാണ്. രണ്ടെണ്ണത്തിനെയും കൂടി ഒരു വഞ്ചിയിൽ കയറ്റി നടുക്കായലിലേക്ക് തുഴയാൻ വിട്ടാലോ? ആൺകിളി റൊമാൻറ്റിക്കാ, പക്ഷെ പെൺകിളി ആശ്രമ ലൈന. എന്ത് ചെയ്യും? അച്ഛനെയും അമ്മയും പ്രണയിപ്പിക്കാനുള്ള പണിയും മകളായ എന്റെ തലയിലെ വന്നല്ലോ. അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനൊരാൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? ആകെ കുഴഞ്ഞു പോയല്ലോ. എന്താ മോളെ? അത് നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? വെറുതെ നടപ്പില്ലാത്ത കാര്യം. കാര്യം എന്താന്ന് വെച്ചാ പറയ്. വൈകമോൾക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. എന്റെ ഭർത്താവായ നിങ്ങളുടെ പുത്രന് തിരക്കോട് തിരക്ക്. ഞാൻ കുറിപ്പ് തരാം. അമ്മയും അച്ഛനും കൂടി ഒന്ന് പോയി അത് വാങ്ങിക്കൊണ്ട് വരാവോ? അല്ല, നിനക്കത് പോയി വാങ്ങിച്ചൂടെ? അപ്പോ കൊച്ചിന്റെ കാര്യം ആര് നോക്കും? അത് ഞാൻ നോക്കിക്കോളാം. ഈ അമ്മയുടെ അടുത്ത് ഒരു വേളയും നടക്കില്ലേ? ഞാൻ പോവാൻ കാർത്തിയായിട്ട് സമ്മതിക്കില്ല. അമ്മ അച്ഛനും കൂടെ ഒന്ന് പോയിട്ട് വാ. അമ്മേ, ഇത് എന്റെ കുഞ്ഞിന്റെ കാര്യല്ലേ? നിങ്ങളുടെ കുഞ്ഞിന്റെ കാര്യമായിരുന്നെങ്കിൽ നിങ്ങൾ പോവായിരുന്നില്ലേ? ഞങ്ങളുടെ കുഞ്ഞല്ലേ നീ? ഓ, അത് ഞാനങ്ങ് മറന്നുപോയി. പോവോ അമ്മേ? നീ എന്തോ ഒരു ഭാഷ പറയല്ലോ. എന്തായിരുന്നത്? ലഡായിപ്പോ? ലഡായിപ്പല്ല, ഉഡായിപ്പ്. അതല്ലല്ലോ. ഒരിക്കലും അല്ല. കുറിപ്പ്. നമുക്ക് പോവാൻ ചേട്ടാ. പിന്നെന്താ, എനിക്ക് 100% സമ്മതം. ഈ പോക്കിൽ പ്രേമം തളരിടണേ എന്റെ ദൈവമേ. ഒരു 4-5 ലോറി മെറ്റിലിറക്കിയാൽ മതി. എന്നിട്ട് ആ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗത്ത് വിരിക്കണം. മെറ്റലിന്റെ അടിയിൽ പ്ലാസ്റ്റിക് ഷീറ്റോ മറ്റോ ഇടണോ, പുല്ല് കിളിർക്കാതിരിക്കാൻ വേണ്ടി? അതൊന്നും വേണ്ട. അതൊക്കെ ഭൂമിയോട് ചെയ്യുന്ന ദ്രോഹമാണ്. അമ്മേ, എന്താ മോളെ? വൈകമോൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. മീനാക്ഷി ഞങ്ങളെ ഏൽപ്പിച്ചു. ഞാനും ചേട്ടനും കൂടെ പോയി അത് വാങ്ങിച്ചോണ്ട് വരട്ടെ. അതിനെന്താ, സന്തോഷമുള്ള കാര്യല്ലേ. അതെ, പോയിട്ട് വാ മക്കളെ. പ്രകൃതിയിൽ ഋതുക്കളും ഋതുസംഹാരങ്ങളും മാറി മാറി വരുന്നത് പോലെ ജീവിതം. മഴയും മഞ്ഞും വെയിലും ഒക്കെ മാറി മാറി വരും. ഏറെ കരയുന്നതിനിടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ഒന്ന് ചിരിക്കാൻ അവസരം കിട്ടും. ആ അവസരം പാഴാക്കി കളയരുത്. ശരി അച്ഛാ. അതെ, നിങ്ങളുടെ ജീവിതം ബാക്കി കിടക്കുകയാണ്. ഈ യാത്രയിൽ അക്കാര്യം കൂടെ ചിന്തിക്കണം. നന്ദിനി, നമുക്ക് വണ്ടി എടുത്താലോ? വേണ്ട, നമുക്ക് നടക്കാം. അതല്ലേ ഒരു രസം. നന്ദിനിയുടെ മനസ്സ് മാറൂ രാജലക്ഷ്മി. നമുക്ക് പ്രാർത്ഥിക്കാൻ കൈമളേട്ട, അതേ മാർഗമുള്ളൂ.
മാലതി, ഈ ശബ്ദം ഒന്ന് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ ഇന്ദ്രേച്ചി, ചില കാമുകിമാര് കാമുകന്മാരോട് പറയുന്ന പോലെ? ഞാനൊരു തമാശ മട്ടിലങ്ങ് പറഞ്ഞു പോയതാ. ആ എക്സാമ്പിൾ കൊള്ളാം. ഞാൻ മറ്റൊരു കാമുകന്റെ കാര്യം പറയാനാ ഇപ്പൊ അങ്ങോട്ട് വിളിച്ചേ. മറ്റൊരു കാമുകന്മാരോ? അതാരൊക്കെ? യുവ കാമുകന്മാർ. കൊച്ചു പയ്യനായ ജയരാമനും കുട്ടിത്തം വിട്ടുമാറാത്ത നന്ദിനിയും. ഓ, നളദമയന്തിമാര്. അവരുടെ കാര്യം കേൾക്കാനല്ലേ ഞാൻ മാലതിയുടെ വിളി പ്രതീക്ഷിക്കുന്നത്. പറ, അവരുടെ എന്ത് കാര്യം? അവര് രണ്ടുപേരും കൂടി ഒന്നിച്ച് ചിരിച്ചും കളി പറഞ്ഞും ദേ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്. ദേ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ആ, ഇതൊക്കെയാണല്ലോ എനിക്ക് ഇന്ദ്രജിക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങള്. പിന്നെ ഈ ഉപകാരം ഞാൻ മറക്കില്ല. ആ കാമുകന്മാർക്ക് ഞാൻ ഉടനെ തന്നെ ഒരു വിവാഹ സമ്മാനം കൊടുത്തേക്കാം. അപ്പോ അവര് തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ച മട്ടാണല്ലേ? ആ പിന്നെ ഇവിടെ കല്യാണ ആലോചനകളൊക്കെ നടക്കുകയല്ലേ. അപ്പോ സാവിത്രിക്ക് ഇതിനോടൊന്നും ഒരു എതിർപ്പും ഇല്ലേ? സാവിത്രിയാണ് ഇപ്പോ ചെമ്പകമംഗലത്തെ ഹീറോ. ഒരു മാലാഖയായിട്ട് ഇവിടെ കിടന്ന് വിളങ്ങുവാ. എല്ലാ മാലാഖമാർക്കും എതിരെ ഒരു ചെകുത്താനായിട്ട് ഞാനുണ്ടാവും. ആ, മാലതി തൽക്കാലം ഫോൺ വെക്കും. ശരി. നിങ്ങൾ എവിടെയാ? കാറിലല്ലാതെ നമ്മൾ രണ്ടുപേരും ഇതുപോലെ നടന്നിട്ടില്ല അല്ലേ ദേവി? ജേട്ടനെ ഞാൻ നടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് പണ്ട് ചില അമ്പലങ്ങളിൽ. അത് ശരിയാ. കൂടുതൽ പ്രാവശ്യം നമ്മൾ പോയിട്ടുള്ളത് നമ്മുടെ പുന്നക്കീഴിൽ അമ്പലത്തിലാ. ആ അതെ, ആ ദേവിയാ നമ്മുടെ അമ്മ, സാക്ഷാൽ കുറുമ്പക്കാവിൽ അമ്മ. ദേവി, നമുക്ക് ഈ തണലത്തൂടെ അപ്പുറത്തോട് ക്രോസ് ചെയ്താലോ? ആ ശരി. അവനാ ജയറാം, അവനെ തട്ടേണ്ടത്. ജേട്ടൻ മാറി. ദേവി! അയ്യോ ദേവി, ദേവി, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. ദേവി എഴുന്നേക്ക്. ദേവി, ഒരാളെ കാണുന്നില്ല. ഹെൽപ്പ്! ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണേ. ദേവി, ഹെൽപ്പ് ചെയ്യണേട്ടാ. പെട്ടെന്ന് ആശ്രയിക്കോളൂ. രക്തം ഒരുപാട് പോയിട്ടുണ്ട്. അവന്മാര് വിളിക്കുന്നില്ലല്ലോ. കാര്യം എന്താണെന്നറിയാൻ മറ്റൊരു മാർഗവും ഇല്ല. ആ, അവര് എന്തായിടോ ഏൽപ്പിച്ച ഓപ്പറേഷൻ? ഓപ്പറേഷൻ സക്സസ്. ആ, വെരി ഗുഡ്. അവൻ ഓൺ ദ സ്പോട്ടിൽ തീർന്നു. പക്ഷേ ഒരു മിസ്റ്റേക്ക് പറ്റി മാഡം. എന്ത് മിസ്റ്റേക്ക്? ജയറാമിന് പകരം ഇടിച്ചു തെറിപ്പിച്ചത് ആ നന്ദിനിയാണ്. ബ്ലഡി ഫൂൾസ്. ഒരു കാര്യം ഏൽപ്പിച്ച അത് വൃത്തിക്ക് ചെയ്യാൻ അറിയത്തില്ലടാ. അവളവനെ രക്ഷിക്കാൻ ശ്രമിച്ചു, അങ്ങനെയാ അവൾക്ക് ഇടികൊണ്ടത്. ആ, എന്തായാലും കുഴപ്പമില്ല. ഒരാളുടെയെങ്കിലും പണി തീർന്നല്ലോ. ഭാഗ്യം. പിന്നെ ആർക്കും സംശയം തോന്നാത്ത രീതിയിലല്ലേ നിങ്ങൾ ഓപ്പറേഷൻ നടത്തിയത്? അതെ മാഡം. ശരി, നിങ്ങൾ വേഗം ബാംഗ്ലൂർക്ക് വിട്ടോ. പണം ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും.
ബോഡി ചെമ്പകമംഗലത്ത് എത്തുമ്പോൾ ഒരു റീത്തുമായിട്ട് പോണം.